നമസ്കാരം. ഇസ്ലാമിക കിരാത ഭരണത്തിന്റെ അലയൊലികൾ ഇറാൻ എന്ന ജനത അനുഭവിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ആയത്തുള്ള അലി ഖൊമേനി എന്ന പരമോന്നത നേതാവ്, ഈ പരമോന്നത നേതാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏകാധിപത്യത്തിന്റെ, സമ്പൂർണ്ണ ഏകാധിപത്യത്തിന്റെ അല്ലെങ്കിൽ അടിച്ചമർത്തലിന്റെ, സാധാരണ ജനങ്ങളെ അടിച്ചമർത്തുന്ന ആ ഒരു വളരെ ക്രൂരമായ അവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ബിംബമായിട്ട് ഒരു വേള ആയത്തുള്ള അലി ഖൊമേനി ഇറാൻ ജനത കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അമേരിക്ക അടക്കം ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും ഒക്കെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ യുദ്ധസമാനം എന്നല്ല, യുദ്ധ കെടുതികളിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇറാനെ പോലെ ഈ ചില ആളുകൾ പറയും കുട്ടികളെ അടിച്ച് കുട്ടിയെ വേദനിപ്പിക്കാനോ ആ കുട്ടിയുടെ കൈ പൊട്ടിക്കാനോ വേണ്ടിയല്ല. അടിക്കുമ്പോൾ ചിലപ്പോൾ വേദന എടുക്കും, കയ്യിൽ പാട് വരും, ചിലപ്പോൾ കൈ പൊട്ടിയെന്നിരിക്കും. പക്ഷെ ആത്യന്തികമായി ആ കുട്ടിയെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിയെ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ നിന്നോ അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നതിൽ നിന്നോ ഒക്കെ കരകയറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പം ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വേദന, അല്ലെങ്കിൽ സർജറി ചെയ്യുമ്പോൾ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വേദനയും മറ്റു കാര്യങ്ങളും ഒക്കെ അത് കറക്റ്റ് ചെയ്യാനാണ്. ഇത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട്, സമ്പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയും ഇസ്രായേൽ സമൂഹവും ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും പിന്തുണ അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു നന്ദി പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം താങ്ക്സ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതായത് ഈ കരാളഹസ്തങ്ങളിൽ നിന്ന്, തീവ്രവാദത്തിന്റെ, മതതീവ്രവാദത്തിന്റെ ഈ കറുത്ത കൈകളിൽ നിന്ന് ലോകത്തെ തന്നെ മോചിപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് ശക്തി ഉപയോഗിക്കേണ്ടി വരും, നമുക്ക് പലതും ചെയ്യേണ്ടതായി വരും. അതിനൊപ്പം നിൽക്കുന്ന പ്രസിഡന്റ് ട്രംപിനും അമേരിക്കയ്ക്കും ഒക്കെ സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. പ്രസംഗത്തിലേക്ക്. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. In Operation Rising Lion, Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. History will record that President Trump acted to deny the world's most dangerous regime the world's most dangerous weapons. His leadership today has created a pivot of history that can help lead the Middle East and beyond to a future of prosperity and peace. President Trump and I often say, peace through strength. First comes strength, then comes peace. And tonight, President Trump and the United States acted with a lot of strength. President Trump, I thank you. The people of Israel thank you. The forces of civilization thank you. God bless America. God bless Israel. And may God bless our unshakable alliance, our unbreakable faith. ഇസ്രായേൽ ജനതയുടെയും ലോകത്തിന്റെയും ഒക്കെ തന്നെ ഇപ്പം മതതീവ്രവാദം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഒന്നും പിന്തുണ ചിലപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടി എന്നിരിക്കില്ല. ഇതിനിടയിലൂടെ ചില നീക്കങ്ങൾ നടത്താൻ റഷ്യ ശ്രമിക്കുന്നുണ്ട്. യുദ്ധസമാനം ആയ അന്തരീക്ഷം മാറി യുദ്ധം എന്നുള്ള അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അവരുടെ സൈനിക ബേസുകളും ഒക്കെ തന്നെ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇവർക്ക്, അമേരിക്കയ്ക്കും ട്രംപിനും എല്ലാവിധ നന്ദിയും പിന്തുണയും അറിയിച്ചുകൊണ്ട് നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്.